പണിയെടുക്കാത്ത കാലത്തേക്ക് കൂടി തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അടിയന്തരമായി ശമ്പളം അനുവദിക്കണമെന്ന് KV തോമസ്. 2023 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ 2024 KV തോമസിന് പ്രൈവറ്റ് സെക്രട്ടറി അനുവദിച്ചത്. നിയമന കാലയളവ് മുതലുള്ള ശമ്പള കുടിശ്ശികയായ 5.5 ലക്ഷത്തോളം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് KV തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി ധനവകുപ്പിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഡൽഹിയിലെ സംസ്ഥാനത്തെ പ്രത്യേക പ്രതിനിധിയായി KV തോമസിനെ നിയമിക്കുന്നത് 2023 ജനുവരിയിലാണ്. ഒരു വർഷത്തിനിപ്പുറം ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രൈവറ്റ് സെക്രട്ടറിയെയും നിയമിച്ചു. 2023 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു നിയമനം. അക്കാലയളവ് മുതലുള്ള ശമ്പള കുടിശ്ശിക പ്രൈവറ്റ് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് റോയ് കെ വർഗീസിന് നൽകണമെന്നാണ് KV തോമസിന്റെ ആവശ്യം. കുടിശ്ശിക തുകയായ 5,40,452 രൂപ അടിയന്തരമായി നൽകണമെന്നാണ് KV തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നിയമനത്തിന് മുൻകാല പ്രാബല്യമുണ്ടെങ്കിലും പണിയെടുക്കാത്ത ഒരു വർഷക്കാലത്തെ ശമ്പളം കൂടി നൽകണമെന്ന് ചുരുക്കം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ നിയമിക്കുന്നത്. KV തോമസിന്റെ ആവശ്യപ്രകാരമായിരുന്നു നിയമനവും മുൻകാല പ്രാബല്യം നൽകലും. കരാർ വ്യവസ്ഥയിൽ പ്രതിമാസം 44,020 രൂപയാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം. ഇതിനു പുറമെ 10% ന്യൂഡൽഹി അലവൻസും അനുവദിച്ചിട്ടുണ്ട്. വാഹനം ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങളും പ്രൈവറ്റ് സെക്രട്ടറിക്ക് ലഭിക്കും. പ്രൈവറ്റ് സെക്രട്ടറി കൂടാതെ 4 സ്റ്റാഫുകളെയും KV തോമസിന് അനുവദിച്ചിട്ടുണ്ട്. KV തോമസിന്റെ ആവശ്യം പരിഗണിച്ച് ശമ്പള കുടിശ്ശികയായ 5.5 ലക്ഷത്തോളം രൂപ അനുവദിച്ചു നൽകാൻ മുഖ്യമന്ത്രി ധനവകുപ്പിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ചെയ്ത ജോലിക്കുള്ള കൂലിക്കായി KSRTC ജീവനക്കാർ ഉൾപ്പെടെ സർക്കാരിനോട് യാചിക്കുമ്പോഴാണ് ജോലി ചെയ്യാത്തയാൾക്ക് ഒരു വർഷത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാരിന് ഇത്ര ധൃതി. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് പോലും സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുമ്പോൾ പ്രത്യേക പ്രതിനിധിക്ക് മാത്രം എന്തിത്ര പ്രത്യേകത എന്നുള്ളതാണ് സാധാരണക്കാരന്റെ ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ. അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? KV തോമസ് മാഷ് ഇങ്ങനെയൊരു നിലപാടുമായിട്ട് വരാനുള്ള കാരണം നമുക്കതൊന്ന് വ്യക്തമായി പ്രേക്ഷകരോട് പറഞ്ഞാൽ 2023 2023 മുതലുള്ള മുൻകാല പ്രാബല്യം നൽകണമെന്ന് പറയുന്നു. പക്ഷേ ഈ KV തോമസിന് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഈ സുഹൃത്തിൻ്റെ ഈ ഉദ്യോഗസ്ഥൻ്റെ സേവനം കിട്ടുന്നത് ഏത് കാലയളവിലാണ്? സർക്കാർ രേഖകളിൽ 2024 ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയുക അല്ലമീൻ? അത് സർക്കാർ തന്നെ അതിനൊരു പഴുതും കൂടി വെച്ചിട്ടുണ്ട് അരുൺകുമാർ. 2024 അതായത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് റോയ് കെ തോമസിനെ KV തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുന്നത്. നമുക്കറിയാം KV തോമസിന് സർക്കാരിലും CPM-ലും മുഖ്യമന്ത്രിയിലും ഒക്കെയുള്ള സ്വാധീനം നമുക്കറിയാം. ആ സ്വാധീനം ഉപയോഗിച്ച് 2023 പ്രത്യേക പ്രതിനിധിയായി KV തോമസിനെ സർക്കാർ നിയമിക്കുന്നത്. തന്റെ നിയമന കാലയളവ് മുതൽ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിക്കും മുൻകാല പ്രാബല്യത്തോടെ നിയമനം നൽകണമെന്നൊരു ആവശ്യം, അഭ്യർത്ഥന അത് KV തോമസ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചു. അത് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു മുൻകാല പ്രാബല്യത്തോടെ ആ നിയമനത്തിന് 2024 നിയമനത്തിന് ഒരു വർഷം മുന്നേ തന്നെ മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പണം അനുവദിക്കണം, നിയമപ്രകാരം, ചട്ടപ്രകാരം. പക്ഷേ പണിയെടുക്കാത്ത ഒരു വർഷക്കാലത്തേക്ക് കൂടിയാണ് ഈ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കാരണം ആ കുടിശ്ശിക അല്ലെങ്കിൽ ആ മുൻകാല പ്രാബല്യത്തോടെയുള്ള കുടിശ്ശിക ഇതുവരെയും സർക്കാർ അനുവദിച്ചിരുന്നില്ല KV തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്. അത് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട പല ഘട്ടങ്ങളിലായി KV തോമസ് സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു, ധനവകുപ്പിന് കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ധനവകുപ്പ് അത് പിഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ കുടിശ്ശിക തുക എത്രയും പെട്ടെന്ന് അനുവദിച്ച് നൽകണം KV തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്നുള്ളതാണ് ഏറെ പ്രധാനം. 2023 മുതൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഔദ്യോഗികമായി KV തോമസിനെ സഹായിക്കുക സേവനം നൽകുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പുറമെ മറ്റു 4 സ്റ്റാഫുകളെ KV തോമസിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കുന്നത് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ KV തോമസിന്റെ സേവനം എന്ത് എന്നുള്ളൊരു ചോദ്യം, ഇക്കാലയളവിൽ എന്തെല്ലാം സേവനം അദ്ദേഹം ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 4 സ്റ്റാഫുകൾ, അതിന് പുറമെയാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറി വരുന്നത്. ആ പ്രൈവറ്റ് സെക്രട്ടറി വരുന്നത് ഒരു വർഷക്കാലത്തേക്ക് ഇപ്പുറത്താണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു വർഷം മുന്നേ ഉള്ള സേവനത്തെ കാലയളവിലെ കൂടി തുക നൽകണം, ശമ്പളം നൽകണം എന്ന ആവശ്യം KV തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. 2024 ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവിറങ്ങുന്നത്.
ആണ്. 2024 അങ്ങനെ ഒരു നിയമനം വരുന്നതും 2024 പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഡ്വക്കേറ്റ് റോയ് കെ തോമസിനെ KV തോമസിനെ അനുവദിക്കുന്നത്. പക്ഷേ ആ നിയമനത്തിന് സാങ്കേതികമായി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് 1 വർഷത്തെ മുൻകാല പ്രാബല്യം നൽകി എന്ന് മാത്രമല്ല, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ 1 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി നിയമിക്കുന്നത് എന്നുള്ളതും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. അവിടെയാണ് ആ 1 വർഷത്തെ ശമ്പളം, അതായത് പണിയെടുക്കാതെ വീട്ടിലിരുന്ന കാലത്ത് ഉള്ള പണം കൂടി ഖജനാവിൽ നിന്ന് കൊടുക്കണമെന്നൊരു ആവശ്യമാണ് KV തോമസ് ഉന്നയിക്കുന്നത്. മുമ്പ് ഈ KV തോമസിനെ ഈ പദവിയിലേക്ക് നിയമിക്കുമ്പോൾ അദ്ദേഹം സർക്കാരിനോട് പറഞ്ഞത് ശമ്പളമോ മറ്റ് ആനുകൂല്യമോ ഒന്നും വേണ്ട, എല്ലാ ഇനത്തിലും കൂടി ഓണറേറിയം മതി, 1 ലക്ഷം രൂപ ഓണറേറിയം സർക്കാർ നിയമിച്ചു നൽകുന്നു, മറ്റു ചിലവുകളൊക്കെ ചുരുക്കുന്നതിന് വേണ്ടി ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. KV തോമസ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതേ KV തോമസ് ആണ് പണിയെടുക്കാത്ത കാലത്തേക്ക് 1 വർഷത്തേക്ക് കൂടി തന്റെ പേഴ്സണൽ സ്റ്റാഫിന് നിയമനം പോലും ഒന്നും നടന്നിട്ടില്ല, അതിന് മുൻകാല പ്രാബല്യം നൽകി നിയമ പരിരക്ഷ നൽകി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പണിയെടുക്കാത്ത വിയർപ്പൊടുക്കാത്ത കാലത്തേക്ക് കൂടി പണം അനുവദിക്കണം, അത് അടിയന്തരമായി അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 44,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി കരാർ വ്യവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ 2024 ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഡ്വക്കേറ്റ് റോയിയെ തീരുമാനിക്കുന്നതെങ്കിൽ 2024 നിയമിച്ച പ്രൈവറ്റ് സെക്രട്ടറിക്ക് 2023 എങ്ങനെ മുൻകാല പ്രാബല്യം വരും? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിക്കുന്നത് വെള്ളരിക്കപ്പെടണോ? ചെയ്യാത്ത പണത്തിന്, ചെയ്യാത്ത ജോലിക്ക് പണം കൊടുക്കുക എന്നുള്ളത് എങ്ങനെ സാധ്യമാവും? KSRTC-യിലടക്കം പാവങ്ങൾ പണിയെടുത്ത് വളയം പിടിച്ചിട്ട് അവർക്ക് ശമ്പളം 2 ഗഡുക്കളായി കൊടുക്കുന്നൊരു സാഹചര്യത്തിൽ 1 വർഷം പണിയെടുക്കാതെ, അത് 2024 ജോയിൻ ചെയ്തയാൾക്ക് 2023 പണം കൊടുക്കണം എന്നുള്ളത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. KV തോമസ് മാഷേ അത് ഇതിന് കടന്നുപോയി കേട്ടോ. എന്തായാലും മാഷ് ഇത് പിൻവലിക്കുമെന്നാണ് പറയുന്നത്. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തുന്നു. ഇനി ഇതിന് മറ്റെന്തെങ്കിലും വേർഷൻ ഉണ്ടോ? അതായത് 2023 തന്നെ ആ സേവനം തനിക്ക് ലഭ്യമായിരുന്നു, പക്ഷേ അങ്ങനെയാണെങ്കിൽ നിയമനം 2023 മുതൽ തന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി നൽകണം. അപ്പോൾ 2024 നിയമിക്കാനുള്ള ഉത്തരവിറക്കുന്നു, 2023 ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് KV തോമസ് മാഷ് വിശദീകരിക്കുക കൂടി വേണം. താങ്കളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് മാഷിനോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തന്നെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ നെറ്റി ചുളിയുന്നൊരു വാർത്തയാണ് അല്ലേ? 2024 നിയമിതനായ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 2023 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടി 44,000 രൂപ ശരാശരി മാസ ശമ്പളം അനുവദിച്ചു കൊടുക്കണം, 5.5 ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. KSRTC-യിലെ ജീവനക്കാരെ ഒന്ന് നോക്കണേ എന്ന് മാത്രമേ നമുക്കൊന്ന് പറയാനുള്ളൂ പ്രേക്ഷകർ.